ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ലോഗ് ആണ് കേട്ടോ. നിവാൻ ബേബി ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ്. അപ്പൊ അതിനായിട്ടുള്ള ബാഗ്, കൊട, റെയിൻകോട്ട്, മിഠായി ഒക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞങ്ങള് എന്താ പറയാ, ആദ്യമായിട്ട് പോകുന്നതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും സങ്കടവും എല്ലാം കൂടെ ഒക്കെയാണ് കേട്ടോ. അല്ലേ? അവനാണെങ്കിൽ ബാഗൊക്കെ വാങ്ങിക്കുന്ന ഒരു ത്രില്ലിലാണ്. ബാഗൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിവാൻ ബേബിക്ക് ദാഹിക്കുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കടയിൽ കയറിയിട്ട് അവരെന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് കരുതിയും കേട്ടോ. കാരണം ഇനി ഒരുപാട് പോകാനുണ്ടല്ലോ. അതിനിടയ്ക്ക് നമ്മൾ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചും കേട്ടോ. അപ്പോൾ അവന് ലിച്ചിന്നുണ്ടൊരു വെള്ളം വാങ്ങിച്ച് കൊടുത്തു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു വെള്ളമുണ്ട് അത്. കാരണം കുറച്ച് ദൂരം ഉണ്ടല്ലോ ഇനി പോകാനായിട്ട്. അപ്പോൾ അവിടെ എത്തുന്നവരെ ആൾ വെള്ളമൊക്കെ കുടിച്ചിരിക്കട്ടെ. പിന്നെ മിഠായി, പിന്നെ കേക്ക്, കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് അവനങ്ങനെ സെറ്റ് ചെയ്തിരുത്തിയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബാക്ക് ടു സ്കൂൾ. നിവാൻ ബേബി ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വ്ളോഗ് ചെയ്താണ്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും ചെയ്യാമല്ലോ എന്ന് കരുതിയും കേട്ടോ. കാരണം മോന് ഫസ്റ്റ് ടൈമാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയൊരു സമയം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് അവിടെ റോഡൊക്കെ ആകെ മെനകടയിൽ കിടക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് നിവാൻ ബേബിയുടെ ഷൂ അഴിഞ്ഞു പോയും കേട്ടോ. ഞാൻ പപ്പ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ നിവാൻ ബേബിക്ക് സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചത് ബ്രോഡ്വേയിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ആദ്യമേ തന്നെ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചതും കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ബാക്ക് സൈഡിൽ കുറച്ച് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷോപ്പിൽ വന്നേക്കുവാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഈ കടയിൽ ലഭ്യമാണ് കേട്ടോ. സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബേബിക്ക് എന്താ പറയുക, ബാഗാണ് ഞാൻ എടുത്തതും കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബാഗ് എന്ന് പറയുന്നത് റോയൽ ബ്ലൂവും ഗ്രീനും കൂടി കൂടിയതായിരുന്നു. എനിക്കിത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ ചേട്ടന് അത്യാവശ്യം ബാഗുകളൊക്കെ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ബാഗിൻ്റെ സിബ് ഒരെണ്ണം, നമുക്ക് സാധാരണ 2 സിബ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബാഗായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, സിബ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. ആ ചേട്ടൻ എനിക്ക് വില കുറച്ചൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ കാരണം ആദ്യമായിട്ട് അവൻ സ്കൂളിൽ പോകുന്നില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ആ ഒരു ബാഗ് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവനെ ഏതായാലും അത് വേണ്ട, ചേട്ടൻ ആ ബാഗൊക്കെ നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന്. പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ. സിബ് ഡാമേജ് ആയിരുന്നു, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പകരം ഞാൻ വേറൊരു ബാഗ് സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഒത്തിരി ബാഗുകൾ ഇവിടെ ഉണ്ട്, ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിവാൻ ബേബി ആണെങ്കിൽ ഒരു ടോയ് കാർ എടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപാട് തന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് ആൾ അതും പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കരുതി അവൻ അവിടെ ഇരുന്നോട്ടെ, കാരണം വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല, അതും പിടിച്ചിരിക്കുമല്ലോ. ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ സ്കൂളിലേക്ക് ആവശ്യമായി. അവസാനം ഞാൻ എടുത്ത ബാഗാണ് ഇപ്പോൾ ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 3 അറയുള്ള ബാഗാണ് ഞാൻ എടുത്തതും കേട്ടോ. അത്യാവശ്യം കൊള്ളാം, നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയായിരുന്നു കണ്ടോ. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ. അപ്പോൾ ഞാനിതാണ് ബേബിക്ക് ആദ്യമായിട്ട് എടുക്കുന്ന ബാഗ് കേട്ടോ. LKGയിലേക്ക് പോകാനായിട്ട് ഞാൻ എടുത്ത ബാഗ് ഇതാണ്. പിന്നെയെന്ന് പറയുന്നത് ലഞ്ച് ബോക്സ് ആയിരുന്നു കേട്ടോ. എനിക്ക് ലഞ്ച് ബോക്സും ആവശ്യമുണ്ടായിരുന്നു, പിന്നെ ടിഫിൻ ബോക്സും ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഈ കടയിലാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബ്രോഡ്വേയിൽ ഇതുപോലെ ഒരു പർച്ചേസിങ്ങിന് വരുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് കൺഫ്യൂഷനായിപ്പോൾ എന്തെടുക്കണം. നമുക്ക് എന്താ പറയുക, സ്കൂളിലേക്ക് ആവശ്യമുള്ള A to Z സാധനങ്ങളെല്ലാം ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കര നമ്മുടെ സൂപ്പർമാനൊക്കെ ഉണ്ട് അതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അവനാണെങ്കിൽ ആ ടോയും പിടിച്ച് ഇരിപ്പോൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി വേറെയൊക്കെ എനിക്ക് പുതിയ മോഡലുകളൊക്കെ എടുത്ത് കാണിച്ചു തരുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് എടുത്ത ടിഫിൻ ബോക്സ് തന്നെ ഞാൻ ഉറപ്പിച്ചു. അതുപോലെ തന്നെ ലഞ്ച് ബോക്സും ഞാൻ അത് തന്നെ എടുത്തിട്ടു. 2 എടുത്തിട്ടുണ്ട്. നമുക്ക് ടിഫിനും ലഞ്ചൊക്കെ കൊടുത്ത് വിടണമല്ലോ. പിന്നെയെന്ന് പറയുന്നത് ലഞ്ച് ബാഗായിരുന്നു കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഇത് എന്തായാലും വേണമല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തു. അത് ഞാൻ ഫസ്റ്റ് കണ്ട ഒരു ബാഗ് തന്നെ ആദ്യം തന്നെ എടുത്തിട്ടു. അധികം ഒന്നും ഞാൻ നോക്കാൻ നിന്നില്ല. പിന്നെയെന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ. വാട്ടർ ബോട്ടിൽ ആദ്യമേ തന്നെ നിവാൻ ബേബി കണ്ട ഒരു വാട്ടർ ബോട്ടിൽ ഇത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നോക്കിയപ്പോൾ ക്വാളിറ്റി ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് സ്റ്റീലിൻ്റെയാണ് നമ്മൾ എടുത്തതും കേട്ടോ. സ്റ്റീലിൻ്റെയാണ് ഏറ്റവും നല്ലതെന്ന് കരുതി. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ആദ്യം എടുത്തതും കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് ബാസ്ക്കറ്റിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്നത് റെയിൻകോട്ട് ആയിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് റെയിൻകോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പർപ്പിൾ ഷെയ്ഡും പിങ്കും കൂടെ ആയിട്ടുള്ള ഒരു കളറാണ് ചൂസ് ചെയ്തത്. അത് ആദ്യമായിട്ടാണ്ടോ നിവാൻ ബേബി ഇതുപോലെയൊക്കെ എല്ലാം ഇട്ടൊക്കെ നോക്കുന്നുണ്ടോ. അവൻ സാധാരണ കടകളിൽ പോയാലും ഒന്നും ഇട്ട് നോക്കാറില്ല. അപ്പോൾ വളരെ ആഗ്രഹത്തോടുകൂടി നമ്മുടെ മോനോട്. പക്ഷേ എന്ന് പറയുന്നത് ഈ ഒരു റെയിൻകോട്ട് ഡാമേജ് ആയിരുന്നു ഗൈസ്, കണ്ടോ, ഡാമേജ് ആയിരുന്നു. പിന്നെ നമ്മളത് മാറ്റിയിട്ട് സെയിം ഇത് തന്നെ നമ്മൾ എടുത്തും കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാൻ വിട്ടുപോയി, എന്തോ മിസ്സായിപ്പോയി തോന്നുന്നു കേട്ടോ. അങ്ങനെ ആ വീഡിയോ ഇതിൽ വന്നിട്ടില്ല.
അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞു. പിന്നെയെന്ന് പറയുന്നത് പെൻസിലായിരുന്നു അത്യാവശ്യം വേണ്ടത്. കാരണം ഇവരിനി പോയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇനി നമ്മൾ കൊടുത്തു വിടുന്നത് ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ബോക്സ് പെൻസിലും പിന്നെയെന്ന് പറയുന്നത് അതിൻ്റെ കട്ടറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാ സാധനവും ഇതിലുണ്ട് കേട്ടോ. അങ്ങനെ പെൻസിലൊക്കെ വാങ്ങിച്ചു. ഇനിയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഒരു സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനവും ഈ ഒരു കടയിൽ അവൈലബിൾ ആണ്. ബ്രോഡ്വേയിൽ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കണ്ട കടയിൽ തന്നെയാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് പെൻസിലുകൾ വേറെയുണ്ട്. ഞാനപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് എടുത്തത്. കാരണം എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ എഴുതി വരുമ്പോൾ ഡാർക്കൊക്കെ എടുത്താൽ ഭയങ്കര മോശമായി പോകും. ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് എടുത്തത്. പിന്നെ അവിടെ കിടന്നിരുന്ന ഒരു വാച്ച് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടന് അതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ ലിസ്റ്റായിട്ടാണ് പോയതും കേട്ടോ. എഴുതിക്കൊണ്ട് പോയി. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലത് മറക്കും, ചിലത് മേടിക്കും. അപ്പോൾ അത് മറക്കാതിരിക്കാനായിട്ട് ഞാൻ ലിസ്റ്റായിട്ടാണ് എഴുതിക്കൊണ്ട് പോയതും കേട്ടോ. അത് വളരെ ഉപകാരപ്പെട്ടു. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്. ഇതിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ അല്ലായിരുന്നു. കാരണം ക്ലിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ചൂലൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ എനിക്ക് കിട്ടിയില്ല. അതൊക്കെ ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെയെന്ന് പറയുന്നത് എനിക്ക് മുളക് പൊടിയൊക്കെ ഇടാനായിട്ടുള്ളൊരു ടിന്ന് വേണമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നു അതൊക്കെ നോക്കിയാൽ അതൊക്കെ ഉണ്ടായിരുന്നു ഈ കടയിൽ. ചൂല അത്യാവശ്യം തീർന്നിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കടയിൽ അവൈലബിൾ ആണ്. പക്ഷേ അവിടെ തീർന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ടിന്നൊക്കെ നോക്കുവാണ്. എനിക്ക് അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ചൊരു ടിന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ക്ലിപ്പായിരുന്നു ആവശ്യമായിട്ട്. മഴക്കാലം വരുവാണല്ലോ, അപ്പോൾ തുണികളൊക്കെ പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ക്ലിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ വീട്ടിൽ മേടിക്കുന്നതാണ്. പക്ഷേ നിവാ ബേബി എല്ലായിടത്തും ഈ കാട്ടിലോട്ട് എറിയുന്നത് കൊണ്ടിട്ട് ക്ലിപ്പെല്ലാം ഇപ്പോൾ കുറഞ്ഞ് ഒന്നും തന്നെയില്ല. ഇനിയിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലിപ്പുകൾ നമുക്ക് വേണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലിപ്പുകൾ. അപ്പോൾ ഞാനൊരു 3 പാക്കറ്റ് ക്ലിപ്പൊക്കെ വാങ്ങിച്ചും കൊണ്ടു. ഇനി ഇതിപ്പോൾ വളരെ നിർബന്ധമാണല്ലോ മഴയൊക്കെ വരുന്നതുകൊണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നമ്മളുടെ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇനി ബില്ലടിക്കാനായിട്ട് പോകണം. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം നമ്മുടെ ഇതിലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ പൗച്ചൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ടവല ഇത് ലഞ്ച് കഴിക്കാനായിട്ട് അവർക്ക് അത് പൊതിഞ്ഞുകൊണ്ട് തന്നെയുള്ള ടവലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനിടയ്ക്ക് നിവാ ബേബി ആണെങ്കിൽ ഒരു ഹെലികോപ്റ്ററും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നൊരു ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ ബില്ലടിക്കാനായിട്ട് നിൽക്കുന്ന നിപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കാമല്ലോ. അവനതനുസരിച്ച് ആൻസറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നെന്ന് പറഞ്ഞാൽ നിവാ ബേബിക്ക് ഷൂസും ചെരുപ്പൊക്കെ വേണമായിരുന്നു സ്കൂളിലേക്ക് പോകാനും. പിന്നെ ചേട്ടൻ്റെ ഒരു ചെരുപ്പൊക്കെ വേണമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഒരുപാട് ചെരുപ്പുള്ളൊരു കടയായിരുന്നു കേട്ടോ. നോക്കി എല്ലാം നല്ല അടിപൊളിയാണല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് ചെരുപ്പ് കടയിൽ വന്നാകെ കൺഫ്യൂസ്ഡാണ്. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ട നിവാ ബേബിക്കും ചേട്ടനുമാണ് ചെരുപ്പ് ഞാനിവിടെ മേടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ എന്താ പറയുക, ആദ്യമായിട്ടാണ് കേട്ടോ ചെരുപ്പൊക്കെ ഇടാനായിട്ട് നിന്ന് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഏകദേശം ഒരു അളവൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആളിരിക്കുന്നൊക്കെ കയ്യിൽ ആ കവറിൽ പൊതിഞ്ഞിരിക്കുന്നൊരു ഹെലികോപ്റ്ററാണ് കേട്ടോ പൊതിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ അതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ ഷൂസിൻ്റെ അളവ് കാല് വളരെ ചെറുതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഷൂവും ചെരുപ്പൊക്കെ നോക്കാനായിട്ട് പോയേക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അവന് പുതിയൊരു കവറൊക്കെ വാങ്ങിച്ചു. ഹെലികോപ്റ്ററും കൂടെ വീഡിയോ എടുക്കാമെന്ന് അവനോട് പറയണ്ട. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അതിനെ കവറിലിട്ട് പിടിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അവരേതായാലും നമുക്ക് ഷൂവും ചെരുപ്പൊക്കെ എല്ലാം നമ്മൾ വാങ്ങിച്ചു. ഇനിയെന്ന് പറയുന്നത് ചേട്ടനുള്ളൊരു ചെരുപ്പാണ് കേട്ടോ. ചേട്ടൻ പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പം ഞാനൊരു ബ്ലാക്ക് ചെരുപ്പാണ് ചൂസ് ചെയ്തത്. എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ കടയിൽ വന്നപ്പോഴേക്കും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ബാഗും കുടകളെല്ലാം ഇവിടെയുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ഈ കടയിലെല്ലാം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതും കേട്ടോ. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഷൂവും ചെരുപ്പും നിവാ ബേബി അവിടെ നിന്ന് ഷൂ ഒക്കെ ഇട്ട് നോക്കി. ഷൂവും ചെരുപ്പും ചേട്ടനുള്ള ചെരുപ്പും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയും കേട്ടോ. എന്തായാലും നമ്മളുടെ പർച്ചേസിങ് എല്ലാം അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ അവരെല്ലാം പാക്ക് ചെയ്തു, ബില്ല് ചെയ്തു തന്നു, നമ്മളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്താ പറയുക, കുറച്ച് വണ്ടി ഭയങ്കര ലോങ് ആയിപ്പോയി. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ വഴിയൊക്കെ തെറ്റിപ്പോയിട്ട് പിന്നെ നമുക്ക് ലഗേജ് എല്ലാം കൂടെ നടക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ചും കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടെ ഓട്ടോയിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കാറിൽ പിരിക്കുന്ന സ്ഥലത്ത് വന്നു. അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.